ഇന്ന് അവൽ നനച്ചതാണ് ഉണ്ടാക്കുന്നത്. അതിനായി മട്ട റൈസിൻ്റെ ചുമന്ന അവലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം അതൊരു വലിയ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ഇത്രയും വലിയൊരു പ്ലേറ്റ് എടുക്കുന്നത്. ഇത് ശർക്കര പൊടിയാണ്. ഇതിൽ കല്ലും കരടും ഒന്നുമില്ല. സാധാരണ ശർക്കരയാണെങ്കിൽ ഉരുക്കിയിട്ട് അരിച്ചെടുക്കണം. ചിരകി എടുത്തിരിക്കുന്ന തേങ്ങയാണ്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഏലക്ക ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരല്പം പൊടിച്ച് ചേർക്കാം. ഇവിടെ ഞാനത് ചേർക്കുന്നില്ല. ഇതേമാതിരി മട്ട റൈസിൻ്റെ അവലിനാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. നല്ലൊരു 4 മണി പലഹാരമാണ് അവൽ നനച്ചത്. ചായയോടൊപ്പം ഉഗ്രൻ കോമ്പിനേഷനാണ്. മാത്രമല്ല ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വിഭവമാണ്. ഇതിനോടൊപ്പം പഴം കൂടി ചേർക്കുവാണെങ്കിൽ ഉഷാറാകും. ഏത്തപ്പഴമാണ് ഉള്ളതെങ്കിൽ പുഴുങ്ങിയെടുക്കണം. ചെറുപഴങ്ങളിൽ പാളയൻകോടൻ പഴം ചേർത്ത് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതു കഴിഞ്ഞാൽ റോബസ്റ്റ. സാധാരണ അവൽ നനച്ചതാണെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കൂടി കിട്ടും. നമുക്ക് സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന റോസ്റ്റഡ് അവലാണിത്. സാധാരണ രീതിയിലുള്ള അവൽ നനയ്ക്കലാണെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. പണി കഴിഞ്ഞു. ഇനി ഇത് കഴിക്കാവുന്നതാണ്. പക്ഷേ ചിലർക്ക് ഒന്ന് സോഫ്റ്റായി ഇരുന്നാൽ കൊള്ളാമെന്ന് തോന്നും. അങ്ങനെയുള്ളവർക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് നനച്ചെടുക്കണം. എന്താണെന്ന് പറഞ്ഞു തരാം. കുറച്ച് തിളപ്പിച്ച് തണുത്ത പാലാണ് ഒഴിക്കേണ്ടത്. ഒരുപാടൊന്നും വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. അതിനുശേഷം പഴയതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നനഞ്ഞ് കുതിർന്നു പോകാൻ പാടില്ല. ചെറിയ ഒരു സോഫ്റ്റ്നെസ് ആണ് വരേണ്ടത്. അതുകൊണ്ട് ധാരാളം പാലെടുത്ത് ഒഴിക്കരുത്. സൂക്ഷിച്ച് കുറേശ്ശേ ഒഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ അവൽ നനച്ചു കഴിഞ്ഞു. ഇത് ഏത് നേരത്ത് വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു വിഭവമാണ്. പ്രത്യേകിച്ച് സമയമൊന്നും ഇല്ല. ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.